കോട്ടയം ചിങ്ങവനം പനച്ചിക്കൽ സുധാദേവിയുടെ മൃതദേഹം എറണാകുളത്ത് വൈറ്റിലെ റെയിൽവേ ട്രാക്കിൽ കാണപ്പെട്ടു. ആ റെയിൽവേ ട്രാക്ക് ട്രെയിൻ ഓടാത്ത ട്രാക്കായിരുന്നു. സുധാദേവി ചിങ്ങവനംകാരിയാണ്. 46 വയസ്സുണ്ട്. ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന സ്ത്രീയാണ്. അവരുടെ അമ്മ അശ്വതി ഹൈക്കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. ഹൈക്കോടതിയിൽ തന്നെ ജീവനക്കാരനായ വൈറ്റിലെ പൊന്നുരുതിക്കാരൻ KV ഷാജി എന്ന 61 വയസ്സുകാരനുമായിട്ട് ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നു. അമ്മ അശ്വതിയായിട്ടുള്ള ആ പരിചയത്തിലാണ് മകള് സുധ എന്ന 46 വയസ്സുകാരിയുമായിട്ടുള്ള അടുപ്പം. 10 വർഷമായിട്ട് അടുപ്പമുണ്ട്. ഈ സുധയ്ക്ക് അല്പം മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇവർ തമ്മിലുള്ള ബന്ധം 10-20 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പൂത്തോട്ടയിലാണ് ഇവർ അമ്മ താമസിക്കുന്നത്. അവർ റിട്ടയർ ചെയ്ത ശേഷം പൂത്തോട്ടയിൽ താമസിക്കുന്നത്. അവര് പ്രായമുള്ള സ്ത്രീയാണ്. മകള് കൂടെ താമസിക്കുന്നത്. ഇപ്പോൾ ഷാജി ഇവരുടെ സുഹൃത്താണ്. അമ്മയുടെ ഒപ്പം ജോലി ചെയ്താണ് ഹൈക്കോടതിയിൽ. ആയിട്ട് ഈ സുധയ്ക്ക് ബന്ധമുണ്ട്. അത് ഒഴിവാക്കാൻ തന്നെ അയാൾ ഒരു കൊലപാതകം നടത്തിയെന്നാണ് ഇപ്പം വരുന്നത്. അയാളുടെ കാറിൽ ഇവരവിടെ വൈറ്റില ഈ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വന്നു. പിന്നീട് അവരുടെ മൃതദേഹം അവിടെ ലോക്കോ പൈലറ്റ് അവര് വെളുപ്പിന് ട്രെയിൻ പോയപ്പം ഇവിടെ ആ ട്രെയിനിൽ അടുത്ത ട്രാക്കിൽ, ട്രെയിൻ ഓടാത്ത ട്രാക്കിൽ ഒരു മൃതദേഹം കിടക്കുന്നത് കണ്ടു. ആ വിവരം പോലീസിനെ അറിയിച്ചു. മരട് പോലീസ് രംഗത്ത് വന്നു. അവർ മൃതദേഹം പരിശോധിച്ചു. ആ മൃതദേഹം റെയിൽവേ ട്രാക്കിലെ റണ്ണോവറായി, അല്ലെങ്കിൽ ട്രെയിൻ ട്രാക്കിൽ യഥാർത്ഥത്തിൽ കിടന്നാൽ റണ്ണോവർ ആയിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തെന്ന് കരുതിയേനെ. അങ്ങനെ അന്വേഷണം. കാരണം അവരുടെ മുഖത്തൊക്കെ ഇപ്പോൾ തന്നെ പോലീസ് പരിശോധിച്ചപ്പം ഇടിച്ച പാടുണ്ട്. തലയിൽ ഒരു കല്ല് വെച്ചിടിച്ച പാടുമുണ്ട്. അവര് ആ സ്ഥലത്ത് വരുന്നത് കാറിലാണ്. CCTV ദൃശ്യത്തിൽ മനസ്സിലായി. അതിനു മുമ്പ് ആ മൃതദേഹത്തിനടുത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ മൊബൈൽ ഫോണ് സുധാദേവിയുടെ അവിടെ തന്നെ കിടപ്പുണ്ട്. അല്പം മാറി അത് പരിശോധിച്ചപ്പം പോലീസിന് പെട്ടെന്ന് ആളെ പിടികിട്ടി. അപ്പം അവർ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഷാജിയുടെ കൂടെ വരുന്നതും ഷാജി ഒറ്റയ്ക്ക് മടങ്ങി പോകുന്നതും കാണുന്നത്. വയലന്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ്. അവരുടെ മുഖത്ത് ഇടിച്ച ധാരാളം പാടുകളുണ്ട്. തലയിലൊരു മുറിവുമുണ്ട്. ആ റെയിൽവേ ട്രാക്കിൽ ഇവർ നേരത്തെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ റെയിൽവേ ട്രാക്കിനടുത്ത് കാറിട്ടിട്ട് അവിടെ വന്ന് എന്തെങ്കിലും സ്വകാര്യം പറയുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടാണ് അതേ സ്പോട്ടിൽ അവർ വന്നപ്പം മറ്റ് സംശയങ്ങളൊന്നും തോന്നാൻ സാധ്യതയില്ല. പക്ഷേ രാത്രിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ കല്ലുകൊണ്ട് തലക്കിടിച്ചിട്ടുണ്ട്. അവരെ കൊല്ലാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. കൊന്നിട്ടുമുണ്ട്. കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് ആ വഴി റണ്ണോവറായി പോയി കഴിഞ്ഞാൽ ശരീരഭാഗങ്ങൾ ചിതറും. പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു കൊലപാതകമാണില്ല, റണ്ണോവറാണ്, ട്രെയിൻ കയറി മരിച്ചതാണെന്നൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും CCTV ദൃശ്യത്തിൽ ഇയാൾ ഒറ്റയ്ക്ക് മടങ്ങി പോകുമ്പോൾ ഇയാളുടെ ഡ്രസ്സിൽ രക്തക്കറ കിടക്കുന്നത് കണ്ടു. അതും ഈ കേസിന്റെ അന്വേഷണത്തിൽ വളരെ സഹായകരമായി. കാരണം അയാൾ കൃത്യം നിർവഹിച്ച ശേഷം മടങ്ങുകയാണ്. ഇവര് മുഖത്തും അവിടെ ഇവിടെ രക്തമൊലിച്ച് കിടപ്പുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് മരട് പോലീസിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. ആളെ ഐഡന്റിഫൈ ചെയ്തു. അതിനടുത്ത് അവരുടെ മൊബൈൽ ഫോൺ ലഭിച്ചപ്പോൾ തന്നെ ആളെ ഒരു മർഡർ നടത്തിയതിന് തീർച്ചയായും CCTV ദൃശ്യത്തിന് ആളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പം ആ CCTV ദൃശ്യം ലഭിച്ചു. അയാളെ കൃത്യമായി പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞു. ട്രെയിൻ കയറി മരിച്ചതാകും എന്ന് പര്യവസാനിപ്പിക്കാം എന്ന് ഈ 61കാരൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. എങ്കിലും ഈ 61 വയസ്സുകാലത്ത് അയാൾക്ക് ഇവരെ കൊല്ലാൻ തോന്നി. അതൊരു കോൺഫിഡൻസ് ഉണ്ട് അയാൾക്ക്. കാരണം അത് റണ്ണോവറായി അല്ലെങ്കിൽ ട്രെയിൻ കയറി മരിച്ചതായിട്ട് സ്ഥാപിക്കാൻ പറ്റിയേക്കും എന്ന് കരുതിയാണ് അയാൾ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഏതായാലും പുലർച്ചെ ഈ വഴി കടന്നുപോയാലെ ട്രെയിനിന്റെ ഡ്രൈവർ അത് അമൃത എക്സ്പ്രസ്സിലെ അദ്ദേഹം ലോക്കോ പൈലറ്റ് ആണ് ഇത് പോലീസിൽ അറിയിക്കുന്നതും
അവർ റെയിൽവേ സ്റ്റേഷൻ അറിയിച്ച് അവിടുന്ന് മറ്റൊരു പോലീസിൽ അയച്ചു. അത് ട്രെയിൻ തട്ടി മരിച്ചതാണെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ അത് കിടക്കുന്നപ്പം തല ഏകദേശം ആ റെയിൽവേ ട്രാക്കിലോട്ട് വെച്ചതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കി പോലീസ് ഇപ്പം അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മരണകാരണം തീർച്ചയായിട്ടും ശ്വാസം മുട്ടിച്ചു അല്ലെങ്കിൽ തലക്കേറ്റ പരിക്ക് കൊണ്ട് തന്നെയാകും. പക്ഷെ അവര് നിലവിളിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം കൂടെ അയാൾ ചെയ്തിട്ടുണ്ടാവും. അത് അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ആ വിവരങ്ങളൊക്കെ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്.